ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയവരും കിട്ടാത്തവരും ഒരുപോലെ കാണേണ്ട വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. നിർബന്ധമായും ഈ വീഡിയോ അവസാനം വരെ കാണാതിരിക്കാൻ മറക്കല്ലേ. യെസ്, ട്രയൽ അലോട്ട്മെൻറ്റിൽ ആദ്യം കിട്ടിയവരോട് കൺഗ്രാജുലേഷൻ ഞാൻ പറയുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളായിരിക്കും മേ ബി കിട്ടിയിട്ടുണ്ടാവുക. പല കുട്ടികളും എനിക്ക് മെസ്സേജ് അയച്ചിട്ട്, സാർ എനിക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളാണ് കിട്ടിയത് എന്ന് പറയുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ അലോട്ട്മെൻറ്റിൽ ഒരു 20 സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 20 സ്കൂളുകളും ആരാണ് കൊടുത്തത്? നിങ്ങൾ തന്നെയല്ലേ. ഓക്കെ, അപ്പോൾ ആ 20 സ്കൂളുകളിലും നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പോകാൻ റെഡിയാണ് എന്നാണ് ഗവൺമെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്യാം. വിചാരിക്കാം, നിന്റെ 20ാമത്തെ സ്കൂളാണ് പോലും നിനക്ക് കിട്ടിയെന്ന് കൂട്ടിക്കോ. ഫോർ എക്സാമ്പിൾ, കൊടുവള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 20ാമത്തെ ഓപ്ഷനായി കൊടുത്തൊരു കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ആ കുട്ടി പറയാണ്, സാർ എനിക്ക് ഇഷ്ടമില്ലാത്ത, പോകാൻ താല്പര്യമില്ലാത്ത സ്കൂളാണ് എനിക്ക് കിട്ടിയതെന്ന്. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, മോളെ 20ാമത്തെ ഓപ്ഷൻ ആരാ കൊടുത്തത്? കുട്ടിയാണ് കൊടുത്തത്. എന്തുകൊണ്ടാണ് കൊടുത്തത്? അല്ലെ, വേറെ എവിടെയും കിട്ടിയില്ലല്ലേ, കിട്ടാതായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ്, വേറെ എവിടെയും കിട്ടില്ല എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ നിനക്ക് അവിടെ സീറ്റ് തന്നത്. ഓക്കെ, സോ ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടാമത്, ഇതേ കിട്ടിയ ആൾക്കാർ, സർ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും ഇവിടെ തന്നെയാണോ കിട്ടുക എന്ന ചോദ്യത്തിന്, കിട്ടിയവർക്ക് അവിടെ തന്നെ കിട്ടാനാണ് ഒരു 99% ചാൻസ് ഉള്ളത്. എന്നാൽ 1% എന്താണെന്നറിയോ കിട്ടാതിരിക്കാനുള്ളൊരു ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കിട്ടിയ സ്കൂള് നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതായിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പം മർക്കസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, ആ സ്കൂളിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലെങ്കിലും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അവിടെ കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം ഇന്ന് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് മർക്കസ് എന്ന് പറയുന്ന സ്കൂള് കൊടുക്കാത്ത കുറേ ആൾക്കാർ എന്ത് ചെയ്യാണ്? മർക്കസ് കൊടുക്കുകയാണ്. അപ്പം എന്താകും? ആ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിൻ്റെ കൂടെ മത്സരിക്കാൻ ഒരു 300 ആൾക്കാരായിരുന്നുവെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിൻ്റെ കൂടെ മത്സരിക്കാൻ 500-600 ആൾക്കാരുണ്ടാവും. കാരണം എത്രയോ പുതിയ ആൾക്കാർ എന്ത് ചെയ്തു? പുതിയതായി മർക്കസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ അവർക്ക് നിന്നേക്കാൾ റാങ്ക് കൂടുതലാണെങ്കിൽ നിനക്ക് കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇനി കിട്ടാത്തവരോട്, നിങ്ങൾക്കും ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അതും എങ്ങനെയാണെന്ന് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല. ഓക്കെ, നിങ്ങൾ വേണ്ട വിധത്തിലൊക്കെ എഡിറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് ഏകദേശം, ആ സ്കൂളിൻ്റെ റാങ്ക് ഏകദേശം ഒരു 50 ആണെന്ന് കൂട്ടിക്കോ. നിൻ്റെ റാങ്ക്, യുവർ റാങ്ക്, വെറും റാങ്ക് നീതിയാണ് നിൻ്റെ റാങ്ക്. നിൻ്റെ റാങ്ക് ഏകദേശം 500 ആണെങ്കിൽ നിനക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. നിങ്ങൾ പറ, ഈ കുട്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ? ലാസ്റ്റ് റാങ്ക് 50 ആണ്. 50 ലാസ്റ്റ് റാങ്ക് വന്ന ആ കുട്ടിയുടെ റാങ്ക് എന്ന് പറയുന്നത് 500 ആണ്. അപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഞാനൊരു കാര്യം പറയാം. ഇവർ രണ്ടുപേരും തമ്മിലുള്ള അകലം എത്രയാണ്? 450 അല്ലേ? അതായത് 50 റാങ്ക് കഴിഞ്ഞ് ഇനിയും 449 കുട്ടികൾ കഴിഞ്ഞിട്ടാണ് ഇവനെ സെലക്ട് ചെയ്യുക. ഈ ഇടയിലുള്ള 449 ആൾക്കാരില്ലേ, അവരിൽ പലരും കമ്മ്യൂണിറ്റി കോട്ടയിലേക്കും സ്പോർട്സ് കോട്ടയിലേക്കും അതോടൊപ്പം തന്നെ നമ്മുടെ VHSC കോട്ടയിലേക്കൊക്കെ പോകാൻ കഴിയുന്നവരായിരിക്കും. അവർക്കൊക്കെ അവിടെ കിട്ടാനും സാധ്യതയുണ്ട്. സോ ഈ 450 കുട്ടികൾ ഇവൻ്റെ മുന്നിൽ കിടക്കുന്നുണ്ട്. അത്രയും ആൾക്കാർ എന്ത് ചെയ്യും? കുറച്ച് ആൾക്കാർ സ്പോർട്സ് കോട്ടയിലേക്ക് പോകും, കുറച്ച് ആൾക്കാർ VHSCയിലേക്ക് മാറും, കുറച്ച് ആൾക്കാർ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മാറും. അങ്ങനെ ചുരുങ്ങി ഇവൻ്റെ ലാസ്റ്റ് റാങ്ക് എങ്ങോട്ടേക്ക് എത്തും? ഏകദേശം റാങ്ക് മാറാനുള്ള ചാൻസ് വളരെ കുറവാണ്. ലാസ്റ്റ് റാങ്ക് പോയി 50 തൊട്ടടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ, രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഏകദേശം ലാസ്റ്റ് റാങ്ക് 250 ആയിരിക്കും. ചിലപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ 600 ആയിരിക്കും ലാസ്റ്റ് റാങ്ക് ഉണ്ടാവുക. അപ്പോൾ ആർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്? നമ്മുടെ ഈ റാങ്ക് 500 കിട്ടിയ ചെറുപ്പക്കാരന് ആ സ്കൂളിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ
കിട്ടിയവരോടും കിട്ടാത്തവരോടും ഒരേ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. കിട്ടിയവരോടും കിട്ടാത്തവരോടും ഒരേ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് കിട്ടിയവർ അത് തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട, കിട്ടാത്തവർ കിട്ടില്ല എന്നും പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്കിടയിലുള്ള കുട്ടികൾക്ക് VHSCയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്, സ്പോർട്സ് കോട്ടയിലേക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്, ജൂൺ 10-ാം തീയതി വരുന്ന കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിനെ നിങ്ങൾ വലിയ സാധ്യതയായിട്ട് കാണണ്ട. ആ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് ജൂൺ 10-ാം തീയതി, അന്ന് കേരളത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് ജൂൺ 16-ാം തീയതി വരുന്ന തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് നിൻ്റെ താഴെ മത്സരിക്കാൻ ആൾക്കാർ വളരെ കുറവായിരിക്കും. കാര്യം ഒരുപാട് പേര് VHSCയിലെ കോഴ്സിനും പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകും. ഓൾറെഡി അലോട്ട്മെൻറ്റിലേക്ക് പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടാകും, പിന്നെ സ്പോർട്സ് കോട്ടയിലൂടെ പോയിട്ടുണ്ടാകും. ചിലപ്പോൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാത്തത് കൊണ്ട് അവരത് ക്വിറ്റ് ചെയ്തിട്ട് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാകും. ഇനി അലോട്ട്മെൻറ്റിൽ തെറ്റിപ്പോയത് കൊണ്ട് പുറത്ത് നിൽക്കുന്നവരുണ്ടാകും. അങ്ങനെ നിരവധി ആൾക്കാർ പല പല വിഭാഗങ്ങളിലേക്ക് മാറി മറിയും. അങ്ങനെ നീ ഇങ്ങനെ നിൽക്കുമ്പോൾ നിൻ്റെ മുന്നിലുണ്ടായിരുന്ന 450ഓളം ആൾക്കാർ എങ്ങോട്ടോ പോയി. ഒരു മൂന്നാമത്തെ ജൂൺ 16-ാം തീയതി അലോട്ട്മെൻറ്റ് എത്തുന്ന സമയത്ത് കണ്ണ് തുറക്കുമ്പോൾ നിൻ്റെ മുമ്പിലുള്ള ആൾക്കാർ ഇന്നും നീ കാണുന്നില്ല. നിനക്ക് അവിടെ ഒരു സീറ്റ് ഉണ്ട്, നിനക്ക് ആ സ്കൂളിൽ കിട്ടിയേക്കാം. സോ വിചാരിച്ച സ്കൂളിൽ കിട്ടാനുള്ള ചാൻസ് 50%. വിചാരിക്കാത്ത സ്കൂളിൽ കിട്ടുകയും ചെയ്യും. എന്നിരുന്നാലും കിട്ടുമോ കിട്ടൂല എന്ന ചോദ്യത്തിന് ട്രയൽ ഒരു ഉത്തരമല്ല, അതോടൊപ്പം തന്നെ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒരു ഉത്തരമല്ല. സെക്കൻഡ് അലോട്ട്മെൻ്റ് അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് അത് കിട്ടാനുള്ളതാണ്. ഓക്കെ, ഇനി അതിലും കിട്ടിയില്ലെങ്കിലോ, തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ട്? ജൂൺ 24-ാം തീയതി സപ്ലിമെൻ്ററി സ്റ്റാർട്ട് ചെയ്യും. സപ്ലിമെൻ്ററി എന്ന് പറയുന്നത് ആർക്കുള്ളതെന്നറിയോ? കിട്ടാത്തവർക്ക് മാത്രം അപ്ലൈ ചെയ്യുന്ന അലോട്ട്മെൻറ്റിൻ്റെ പേരാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ കേരളത്തിൻ്റെ നിരവധി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കും. ഇഷ്ടംപോലെ സീറ്റ് ഒഴിവുണ്ടാവും. ആ സീറ്റുകളിലേക്കൊക്കെ നിനക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അന്ന് നീ ആഗ്രഹിക്കുന്ന സ്കൂളിൽ 5-6 സീറ്റ് എന്നൊക്കെ ആയിരിക്കും സൈറ്റിൽ കാണിക്കുക. പക്ഷേ കൊടുത്തു കഴിയുമ്പോൾ ഈ പിന്നെ SC/ST വിഭാഗത്തിലെ സീറ്റുകളൊന്നും ആൾക്കാരില്ലെങ്കിൽ അതൊക്കെ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റും. ആ ജനറൽ കാറ്റഗറിയിലേക്ക് മാറ്റിയ സീറ്റിലേക്ക് നിനക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. സോ ഒന്നിനെക്കുറിച്ചും ടെൻഷൻ ആവേണ്ട, നിനക്കൊരു സ്കൂൾ കിട്ടും. ഇനി മാർക്ക് കുറഞ്ഞവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിനെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധം വേണം. മാർക്ക് കുറഞ്ഞവർ, എല്ലാവരും ആഗ്രഹിക്കുന്ന സ്കൂള് വിചാരിക്കരുത്. മാർക്ക് കുറഞ്ഞവരുടെ മുമ്പിൽ ആകെ ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ആർക്കും പോകാൻ താല്പര്യമില്ലാത്ത സ്കൂളിനെ നീ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അവിടെ പോയാൽ എന്താ പ്രശ്നം? എന്തായിരിക്കും? അവിടെ ഫുള്ള് തല്ലാണ് സാർ, അവിടെ റാഗിങ് ആണ് സാർ, അവിടെ പഠിപ്പിക്കുന്നില്ല സാർ. നീ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ല്. നീ കേടാവില്ല എന്നുള്ള ചിന്ത നിനക്കുണ്ടെങ്കിൽ നിനക്ക് കേരളത്തിലെ ഏത് സ്കൂളിനുള്ളിലേക്കും തുറന്നു ചെല്ലാം. എന്നാൽ നീ സുഹൃത്തുക്കളിലൂടെയോ അല്ലെങ്കിൽ അവിടെയുള്ള കച്ചവടക്കാരിലൂടെയൊക്കെ ലഹരി പോലെയുള്ള പദാർത്ഥങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രണയവിഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ നിനക്ക് പോയാൽ പിന്നീട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഏത് സ്കൂളിൽ പോയാലും കണക്കാണ്. എല്ലാം നിൻ്റെ മൈൻഡിനനുസരിച്ചുണ്ടാവും. ഞാൻ +1 +2 പഠിച്ച സ്കൂളിൽ പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ ഞാൻ പെടാതിരുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ മൈൻഡിൽ ഞാൻ പോസിറ്റീവ് ആയതുകൊണ്ടും ഞാൻ അതിലേക്ക് പോകില്ല എന്ന് എന്നെ പഠിപ്പിച്ച ബോധ്യം എനിക്കുള്ളത് കൊണ്ടുമാണ്. എൻ്റെ അധ്യാപകർ എനിക്ക് തന്ന വഴികളിലൂടെ ഞാൻ പോയത് കൊണ്ടാണ് ഞാൻ തെറ്റിലേക്ക് അധികം പോവാതിരുന്നത്. എന്നാൽ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ തെറ്റായ വഴികളിലൂടെ നിരന്തരം പോയിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് എവിടെ ഉള്ളത് നമുക്കറിയാം. ഓക്കെ, സോ നിങ്ങൾക്കുള്ള വഴി നിങ്ങൾ കാണുന്ന നേരായ വഴിയാണെങ്കിൽ, നീ ചിന്തിക്കുന്നത് നേരായ വഴിയിലൂടെയാണെങ്കിൽ ആ നേരായ വഴി തന്നെയായിരിക്കും യാഥാർത്ഥ്യമെന്ന് നീ മനസ്സിലാക്കുക. പക്ഷെ ഒരു കാര്യം, ആ വഴിയിലൂടെ ഒരുപാട് സഞ്ചരിക്കുമ്പോൾ കല്ലും മുള്ളും എല്ലാം ഉണ്ടാകും. അതൊക്കെ നിൻ്റെ കാലിൽ തറക്കപ്പെടും. അപ്പോഴൊക്കെ നിന്നെ സമാധാനിക്കുന്നത് നിന്നെ പോറ്റ ഉപ്പയും ഉമ്മയും ഒക്കെ ആയിരിക്കും കേട്ടോ. ഓക്കെ, കാര്യം വേദന അനുഭവം ഒരാളും കൂടെ ഉണ്ടാവില്ല. അങ്ങനല്ലേ സാർ? അല്ലേ? യെസ്. ഗാന്ധിജി കുറയുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ അന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമോ അവരാണ് ജീവിതത്തിൽ നിങ്ങളുടെ കൂടെ ഒരുപാട് കൂടെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വീണ്ടും കാണാം. ഇറ്റ്സ് മീ എമ സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.